അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെത്താനെ എന്ത് ചെയ്തു? ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തീർന്നു. ഇനി കർത്താവായ യേശുക്രിസ്തുവിന്റെ ജന്മം തന്നെ ഒന്ന് പെട്ടെന്ന് നോക്കിയാട്ട്, ലൂക്കോസ് 1:30-35 വരെ. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെടുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിങ്ങൾക്ക് അറിയാവുന്നതായത് വിവരിക്കാൻ സമയമെടുക്കുന്നില്ല, കാരണം മറ്റു കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാനായി ദൈവത്തിന്റെ ആത്മാവിനെ നിർബന്ധിക്കും. ഒന്ന് മത്തായിയുടെ സുവിശേഷം 1:20-23 വരെ വായിച്ചാട്ട്. 1:20-23 വരെ. കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ദൈവം നമ്മോട് കൂടെ. യേശു ഒരു ശിശുവായി ജനിച്ചിരിക്കുമ്പോൾ അവന്റെ പേര് തന്നെ ഇമ്മാനുവേൽ, പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. ഇനി യെശയ്യാ 9:6 വായിച്ചാട്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം. വീരനാം ദൈവം. ആ ശിശുവിന്റെ പേര് എന്താ? വീരനാം ദൈവം. നിത്യപിതാവ്. നിത്യപിതാവ്. സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു ജനിച്ചപ്പോൾ തന്നെ ദൈവമാണ്. ഞാൻ ഇന്നലെ അത് പറഞ്ഞപ്പോഴാ ഒരാൾ പറഞ്ഞു, അപ്പൊ ദൈവമാതാവെന്ന് വിളിക്കണമെന്ന്. ജനിച്ചപ്പോൾ തന്നെ ദൈവമാണ്. അവന്റെ ദൈവത്വം അവനിൽ മറച്ചു വെച്ചിരിക്കുക. യേശുക്രിസ്തുവിൽ രണ്ട് വ്യക്തിത്വം, ദൈവത്വവും മനുഷ്യത്വവും. ജനിച്ചപ്പോൾ തന്നെ അവൻ ദൈവമാണ്. യേശുക്രിസ്തു ജനനത്തിൽ തന്നെ ദൈവം. അതിന് എത്രയോ അത്ഭുതങ്ങളിൽ കൂടെ വെളിപ്പെടുത്തി. അത് ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ട പോകുന്നു. മർക്കോസിന്റെ സുവിശേഷം 4:35-41 വായിച്ചാട്ട്. മർക്കോസ് സുവിശേഷം 4:35-41 വരെ. അത് മാത്രമേ ഇപ്പോൾ വായിക്കുന്നു. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തീരെ തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവൻ അമരത്ത്, മൈക്ക് കുറച്ച് താഴ്ത്തി വെച്ച് പിടിച്ചാൽ, അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അതാണ് കർത്താവിന്റെ മനുഷ്യത്വം. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ച് കടലിനോട്, അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ അവരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. മനുഷ്യരൂപത്തിലിരിക്കുന്ന ക്രിസ്തു എഴുന്നേറ്റ് കാറ്റേ അടങ്ങ എന്ന് പറഞ്ഞപ്പോൾ കാറ്റിന് മനസ്സിലായി ഈ ശബ്ദം ആരുടേതാണ്. ഭൂമിയോട്, വെള്ളത്തിന്മേൽ നോക്കിയിട്ട് ഇതേ ദൈവം പറഞ്ഞു, ഉണങ്ങിയ ഭൂമി കാണപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ശബ്ദത്താൽ സമുദ്രത്തിനടിയിൽ കിടന്ന ഭൂമി കാണപ്പെട്ടു. ആ സമുദ്രത്തിനും കാറ്റിനും മനസ്സിലായി ഈ ശബ്ദം അവന്റേതാണ്. കാറ്റും കടലും പെട്ടെന്ന് ശാന്തമായി.